ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ചെറിയ ചാപ്റ്റർ ആണ്, ചെറുതല്ല എന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ is required to react to the 700 gram nitrogen in the production of ammonia? അമോണിയ പ്രൊഡക്ഷനിൽ 700 ഗ്രാം നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ എന്താ നോക്കാം. അമോണിയ പ്രിപ്പറേഷൻ ഇക്വേഷൻ N2 + 3H2 gives 2NH3. ഹേബർ പ്രോസസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓക്കെ, പഠിക്കാനില്ല എന്നാലും ജസ്റ്റ് എഴുതിയുള്ളൂ. N2 + 3H2 gives 2NH3. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നോക്കി, 700 ഗ്രാം നൈട്രജന് എത്ര ഗ്രാം ഹൈഡ്രജൻ വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അന്നേരം എത്ര ഗ്രാം അമോണിയ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കിവിടെ ആദ്യം അറിയേണ്ടത് നോർമലി നൈട്രജൻ എത്ര ഗ്രാം എടുത്താൽ എത്ര ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. N2 അല്ലേ, ഒരെണ്ണം ആണെങ്കിൽ 17, രണ്ടെണ്ണം ആണെങ്കിൽ എത്ര ആയിരിക്കും? 34 അല്ലേ? ഓക്കെ, 14 സോറി 17 അല്ല 14 നൈട്രജൻ മോളിക്കുലർ മാസ് എത്രയാണ്? സോറി, അറ്റോമിക് മാസ് എത്രയാണ്? 14. ഇപ്പം രണ്ടെണ്ണം ആണെങ്കിൽ 28 ഗ്രാം. 28 ഗ്രാം നൈട്രജൻ എടുത്താൽ എത്ര ഗ്രാം ഹൈഡ്രജൻ? H2 3. അപ്പോൾ 6 ഗ്രാം ഹൈഡ്രജൻ വേണ്ടി വരും. ഓക്കെയാണോ? അതായത് 28 ഗ്രാം നൈട്രജൻ എടുത്താൽ 6 ഗ്രാം ഹൈഡ്രജൻ ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്കിവിടെ വേണ്ടത് ഈ അമോണിയ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ 700 ഗ്രാം നൈട്രജൻ എടുത്താൽ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണ്ടി വരും? എത്ര ഗ്രാം ഹൈഡ്രജൻ വേണ്ടി വരും? വളരെ സിമ്പിൾ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, ജസ്റ്റ് ഈ 4 പേര് അങ്ങോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യാം എന്ന് പറഞ്ഞേ. അറിയാത്ത നമുക്ക് എക്സ് എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ 28 × x = 700 × 6. ഇനി എക്സിനോട് നിർത്തിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാലോ. x = 700 × 6 / 28. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 150 ഗ്രാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടണത്? 150, 150 ഗ്രാം. അതായത് നമുക്ക് എന്ത് 700 ഗ്രാം നൈട്രജൻ റിയാക്ട് ചെയ്താൽ അവിടെ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണ്ടി വരും? 150 ഗ്രാം ഹൈഡ്രജൻ വേണ്ടി വരും. ക്ലിയർ ആണോ? ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. അറിയാത്തവർക്ക് ഒന്നും കൂടി പറയാം. നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? N2 + 3H2 gives 2NH3. ഇതാണ് ഹേബർ പ്രോസസ് അമോണിയ പ്രിപ്പറേഷൻ. അതിൽ നൈട്രജൻ എന്ന് പറഞ്ഞാൽ 2 പേരില്ലേ, അപ്പോൾ 28 ഗ്രാം. 28 ഗ്രാം നൈട്രജൻ എടുത്താൽ 6 ഗ്രാം ഹൈഡ്രജൻ ആണ് വേണ്ടത് നോർമലി. അപ്പോൾ എന്ത് കിട്ടുള്ളൂ? നമുക്ക് അമോണിയ കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 700 ഗ്രാം നൈട്രജൻ എടുത്താൽ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണ്ടി വരും? അപ്പോൾ അറിയാത്ത നമ്മൾ എക്സ് എന്ന് വിളിക്കാമല്ലോ, വിളിച്ച്. ഇനി എത്ര ഗ്രാം ഹൈഡ്രജൻ വിളിക്കുന്നു വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യാം, അങ്ങോട്ട് ക്രോസ് ചെയ്യാം. അത് പറഞ്ഞ് 28 × x = 700 × 6. ഈ എക്സിനോട് നിർത്തിയിട്ട് 28 അപ്പുറം കൊണ്ടുവരും. അപ്പോൾ എന്താവും? 700 × 6 / 28 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 150 ഗ്രാം. അതായത് 700 ഗ്രാം നൈട്രജൻ എടുത്താൽ അവിടെ 150 ഗ്രാം എന്ത് വേണ്ടി വരും? ഹൈഡ്രജൻ വേണ്ടി വരും. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് CaCO3 ആണ്. CaCO3 ആണ്. are present in 1 kilogram. How many moles of calcium carbonate? മോൾസ് അല്ലേ, ഹൗ മെനി മോൾസ്. ഓക്കെ, നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ആണ് വിളിക്കാനുള്ള ഇക്വേഷൻ. മാസ് ഇൻ ഗ്രാം അല്ലെങ്കിൽ ഗിവൺ മാസ് / GM. GM പറയാൻ കാരണം എന്താണ്? CaCO3 ഒന്നിലധികം ആറ്റംസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും? മോളിക്കുലർ മാസ് ആയിരിക്കും ഇവിടെ GM. അതിനു മുമ്പ് ആർ പെർസെന്റ് ഇൻ 1 കിലോഗ്രാം എന്നല്ല കിടക്കണം. 1 കിലോഗ്രാം നമ്മുടെ മോളാർ മാസ് എന്ന് കണ്ടുപിടിക്കാമല്ലോ നമ്മുടെ CaCO3. ഇപ്പം കാൽഷ്യത്തിനാണെങ്കിൽ 40 പ്ലസ് കാർബൺ ആണെങ്കിൽ ഒരാളുള്ളൂ, ഇപ്പോൾ 12 പ്ലസ് ഓക്സിജൻ 3 പേരുണ്ട്, 3 × 12. അപ്പോൾ 40 + 12 + 48, 3 × 12 24, 36. ഓക്സിജൻ 12, ഓക്സിജൻ 16 സോറി 16 ഓക്സിജൻ്റെ. അപ്പം 3 × 16 48 കറക്റ്റാണ്. അപ്പം എന്ത് വരും? 100 ഗ്രാം വരും. അപ്പോൾ CaCO3 മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. ഇനി നമ്മുടെ മാസ് ഇൻ ഗ്രാം എത്രയാണ് നിൽക്കണം? 1000 അല്ലേ.
അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാമല്ലോ. ഒന്നുകൂടി പറഞ്ഞു, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ ജി എം എം. മാസ് ഇൻ ഗ്രാം ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1000, ജി എം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് 100. അപ്പോൾ 1000 ഡിവൈഡ് ബൈ 100 എന്ത് ചെയ്യും? 10 മോൾസ് കിട്ടിയില്ലേ? ഇനി അടുത്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കണ്ട. ഇതൊക്കെ നമ്മൾ എല്ലാത്തിലും ഈ ഒരു 3 ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് ആറ്റം. ഈ 3 ഇക്വേഷൻ എന്ത് ചെയ്യുക? എല്ലാത്തിലും അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ വിഷയമൊന്നുമില്ല. അടുത്തതാണ് മാസ് ഓഫ് 22.4 ലിറ്റർ കാർബൺ മോണോക്സൈഡ് കെപ്റ്റ് അറ്റ് STP. മാസ് ഓക്കെ 22.4 അല്ലേ? ഓക്കെ 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ അത് 1 മോൾ എന്നാണ് നമ്മൾ അറിയുന്നത് അല്ലേ? 1 മോൾ നമ്മൾ STPയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തേക്ക് 22.4 ലിറ്റർ. ക്ലിയർ അല്ലോ? അങ്ങനെയാണെങ്കിൽ 1 മോൾ കാർബൺ മോണോക്സൈഡ് എത്ര കണ്ടുപിടിച്ചാൽ പോരെ? നോക്കി, ഒരു കാർബൺ ആണെങ്കിൽ 12, ഒരു ഓക്സിജൻ ആണെങ്കിൽ 16. അപ്പോൾ 1 × 16, 12 + 16 എത്ര കിട്ടി? 20, 26, 30. അപ്പോൾ മാസം എത്രയായിരിക്കും? 30 ഗ്രാം. ക്ലിയർ അല്ലേ? 12 + 30 അല്ലല്ലോ, 28 അല്ലേ? 12, 20, 28. ഓക്കെ 28 ഗ്രാം കേട്ടോ. 28 ഗ്രാമാണ് അപ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ മാസ്. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒന്നുകൂടി പറയണോ ക്വസ്റ്റ്യൻ? ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യാം? റിവൈൻഡ് ചെയ്യാം. നോക്കിയേ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണം? മാസ് ഓഫ് 22.4 ലിറ്റർ കേട്ടോ. മാസ് ഓഫ് 22.4 ലിറ്റർ കാർബൺ മോണോക്സൈഡ്. നമുക്കറിയാം 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്ര മോളായിരിക്കും? അത് 1 മോൾ ആയിരിക്കൂലേ? 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്ര മോളായിരിക്കും? 1 മോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് 1 മോൾ എത്ര ഗ്രാം ആയിരിക്കും? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ 1 × 12 പ്ലസ് ഒരു ഓക്സിജൻ എന്ന് പറയുമ്പോൾ 1 × 16. അപ്പോൾ 12 + 16 എന്ന് പറയുമ്പോൾ 28 ഗ്രാം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Mass of the same number of NH molecules are contained in 88 gram of carbon dioxide. 88 gram of carbon dioxide. അതായത് എത്ര ഗ്രാം വേണം അമോണിയക്ക്? അമോണിയ അല്ലല്ലോ, NH3 ആണ് കേട്ടോ. NH3 ആണ് അമോണിയ. NH3 വേണം. മോളിക്കുലർ കണ്ടന്റ് 88 ഗ്രാം കാർബൺ ഡയോക്സൈഡ്. അപ്പൊ 88 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എത്ര ഗ്രാം ആണെന്ന് നോക്കാം. എത്ര മോളാണെന്ന് നോക്കാം. 88 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എത്ര മോളാണെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് NH കണ്ടുപിടിക്കാമല്ലോ. 88 ഗ്രാം എന്ന് പറയുമ്പോൾ ആദ്യം കാർബൺ ഡയോക്സൈഡിന്റെ ഗ്രാം നോക്കി. ഒരു കാർബൺ 1 × 12 പ്ലസ് 2 × ഓക്സിജൻ 16 അല്ലേ? അപ്പോൾ 12 + 16 34. അപ്പോൾ 16 32. 12 + 32 44 ഗ്രാം. ഒരു മോളാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 88 ഗ്രാം ആകുമ്പോൾ എത്ര മോളായിരിക്കും? അങ്ങനെയാണെങ്കിൽ 88 ഗ്രാം ആണെങ്കിൽ എത്ര മോളായിരിക്കും? 2 മോളായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ 2 മോള് കാർബൺ ഡയോക്സൈഡ് 88 ഗ്രാമാണ്. അത്രയും തന്നെ അമോണിയ 2 മോൾ അമോണിയ എടുക്കണമെങ്കിൽ എത്ര ഗ്രാം ആയിരിക്കും നോക്കാം. ഒരു മോളാണെങ്കിൽ അമോണിയ എത്ര നോക്കി? NH3 എത്രയായിരിക്കും? ഒരു നൈട്രജൻ 14, 3 ഹൈഡ്രജൻ 17 ഗ്രാം. അപ്പോൾ 2 മോളാണെങ്കിൽ 2 × 70 ചെയ്താൽ പോരെ? 2 × 7 എന്ന് പറയുമ്പോൾ 35.5 വരും. 35.5 ഗ്രാം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? 35, 17, 27, 34, 34, 35 അല്ല കേട്ടോ. 2 × 7 എന്ന് പറയുമ്പോൾ 34 ഗ്രാം. കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. Mass of the same number of NH3 molecules as contained in 88 gram of carbon dioxide. 88 ഗ്രാം കാർബൺ ഡയോക്സൈഡിന് തുല്യമായ അമോണിയന്റെ ഗ്രാം എത്ര എണ്ണമാണ്? അപ്പൊ നമ്മൾ 88 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എത്ര മോളാണെന്ന് നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി 2 മോളാണ്. അങ്ങനെയാണെങ്കിൽ അമോണിയ 2 മോളാണെന്നുണ്ടെങ്കിൽ എത്ര ഗ്രാം എടുക്കണം? 34 ഗ്രാം എടുക്കണം. ഓക്കെ അല്ലേ?
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Consider the question, okay? 2H2 plus O2 gives 2H2. How many moles of oxygen should react to obtain 10 moles of H2? ക്വസ്റ്റ്യൻ അപ്പം ഒന്ന് എഴുതി നോക്കാം. 2H2 plus O2 gives 2H2O. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? How many moles of oxygen should react to obtain 10 moles of H2O? അതായത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി, ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പറാണ് മോൾ കേട്ടോ. 2 മോള് ഹൈഡ്രജൻ 1 മോള് ഓക്സിജൻ റിയാക്ട് ചെയ്താൽ 2 മോള് വാട്ടർ കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് കേസ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ O2, എത്ര മോൾ ഓക്സിജൻ വേണം, ഷുഡ് റിയാക്ട് ടു ഒബ്റ്റെയിൻ 10 മോൾ. നമുക്കറിയാം 10 മോൾ എന്ത് വാട്ടർ. 2 മോള് വാട്ടർ എടുത്താൽ എത്ര മോൾ ഓക്സിജൻ? 1 മോൾ ഓക്സിജൻ. അപ്പം 4 മോള് വാട്ടർ എടുത്താലോ? അപ്പോൾ എത്ര മോള്? 2 മോൾ. അങ്ങനെയാണെങ്കിൽ 10 മോൾ വാട്ടർ എടുത്താൽ 5 മോൾ O2. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒന്നുകൂടി പറയാം. 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ 2 മോൾ വാട്ടർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 10 മോൾ വാട്ടർ കിട്ടാൻ എത്ര മോൾ ഓക്സിജൻ വേണം? എത്ര മോൾ വേണം? 2 മോൾ ആണെങ്കിൽ 1 മോൾ ഓക്സിജൻ അല്ലേ വേണ്ടത്? അപ്പം 4 മോൾ ആണെങ്കിൽ 2 മോൾ ഓക്സിജൻ അല്ലേ വേണ്ടത്? 10 മോൾ ആണെങ്കിൽ അപ്പം എത്ര മോൾ ഓക്സിജൻ? 5 മോൾ ഓക്സിജൻ. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത എന്താണ്? Find the mass of oxygen gas required to obtain 10 mole of H2O. Find the mass of oxygen gas. അപ്പോൾ ഇവിടെ എത്ര മോൾ? 5 മോളല്ലേ? 1 മോൾ എത്ര ഗ്രാമാന്ന് നോക്കിയപ്പോൾ ഒരു 5 മോൾ O2. 1 മോൾ എന്ന് പറയുമ്പോൾ O2 എന്ന് പറയുമ്പോൾ 16 × 32 അപ്പോൾ 5 മോൾ എന്ന് പറയുമ്പോൾ 5 × 32. 5 × 32 എന്ന് പറയുമ്പോൾ 5 × 3 15. 2 × 5 10. 15 22 50 100 180 160 160 ഗ്രാം ആണോ? നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 160. ഓക്കെ, 160 ഗ്രാം. ഒന്നും കൂടി പറയാം. 1 മോള്, അതായത് ബി ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കണം? ഹൗ മെനി മോൾ, സോറി, ഫൈൻഡ് ദ മാസ് ഓഫ് ഓക്സിജൻ. മാസാണ് വിളിക്കുന്നത്. റിയാക്ട് ടു ഒബ്റ്റെയിൻ 10 മോൾ ഓഫ് H2O. അപ്പോൾ എത്ര മൊത്തം മോൾ H2O കിട്ടാൻ എത്ര മോൾ വേണ്ടി വന്നു? 5 മോൾ. 5 മോൾ എത്ര ഗ്രാം ആണെന്ന് വെച്ചിരിക്കണം. 1 മോൾ ആണെങ്കിൽ നമുക്കറിയാം 32 ഗ്രാമാണ്. ഓക്കെ അല്ലേ? O2 ആണ് ട്ടാ. ഓക്സിജൻ ആണ് 16 ഗ്രാം. O2 എന്ന് പറയുമ്പോൾ 32 ഗ്രാമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 മോൾ O2 എത്ര ഗ്രാം ആയിരിക്കും? 160 ഗ്രാം. 5 × 32 ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. $448 ലിറ്റർ HCl kept at STP completely reacted with ammonia gas at STP to form NHCl. NH3 plus HCl NH4Cl ആയിരിക്കും. NH4Cl. Okay. Find the mass of ammonia gas used in the reaction. Find the mass of ammonia. അമോണിയം ഗ്യാസ് എത്ര നോക്കട്ടെ. ക്വസ്റ്റ്യൻ കറക്റ്റാണ്. 2NH3 plus NH4Cl തന്നെ. ഓക്കെ, ക്വസ്റ്റ്യൻ കേസ് ഒന്നും കൂടി ചെയ്താട്ടോ. കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് നോക്കുക. 2NH3 plus HCl gives NH4Cl. ഇതാണ് ഇക്വേഷൻ. തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് എടുത്തത് 448 ലിറ്റർ 448 ലിറ്റർ HCl. ഓക്കെ, ഇനെന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല എന്നുള്ളത്.
ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. HCl 448 ലിറ്റർ ഉണ്ട്. അത്രയും അളവ് തന്നെ ഫൈൻ ദ മാസ് ഓഫ് അമോണിയം ഗ്യാസ് യൂസ്ഡ് ഇൻ ദി റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ അമോണിയം ഗ്യാസ് എത്ര എടുക്കണോ എന്ത് കിട്ടാൻ, നമ്മൾ അമോണിയം ക്ലോറൈഡ് കിട്ടാനായിട്ട് എത്ര ഗ്രാം അമോണിയം എടുക്കണമെന്ന് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് HCl മാത്രമേ HCl കണ്ടുപിടിക്കാം. 448 ലിറ്റർ നമുക്കറിയാം. എന്ത് ലിറ്റർ തന്നാലും അത് 22.4 എന്ത് ചെയ്യണം, നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ 22.4 ആകുമ്പോൾ 20 മോൾ കിട്ടും. 20 മോൾ എന്ന് പറയുമ്പോൾ അത് എത്ര ഗ്രാം ആയിരിക്കും? 20 മോൾ എന്ന് പറയുമ്പോൾ HCl അല്ലേ 20 മോൾ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ലെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് എടുക്കാം. നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ. N2 + 3H2 gives 2NH3. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി മോൾസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു റിയാക്ട് 10 മോൾസ് ഓഫ് നൈട്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്. ഓക്കെ, എത്ര മോൾ ഹൈഡ്രജൻ വേണ്ടി വരും? 3H2 അല്ലേ. ഓക്കെ, 1 മോള് നൈട്രജൻ റിയാക്ട് ചെയ്യാൻ ഒരു മോൾ നൈട്രജൻ റിയാക്ട് ചെയ്യാൻ 3 മോള് ഹൈഡ്രജൻ വേണ്ടി വരും. അപ്പോൾ എത്ര? 2 മോള് അമോണിയ കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹൗ മെനി മോൾസ് ഓഫ് ഹൈഡ്രജൻ ഇസ് റിക്വയർഡ് 10 മോൾ ഓഫ് നൈട്രജൻ. 10 മോള് നൈട്രജൻ റിയാക്ട് ചെയ്യാൻ എത്ര മോള് ഹൈഡ്രജൻ വേണ്ടി വരും? 1 മോൾ ആണെങ്കിൽ 3 മോൾ, 2 മോൾ ആണെങ്കിൽ 6 മോൾ, അപ്പോൾ 10 മോൾ ആണെങ്കിൽ 30 മോൾ. ഓക്കെ അല്ലേ? നമ്മൾ പറയാം 1 മോൾ നൈട്രജൻ റിയാക്ട് ചെയ്യാൻ 3 മോൾ ഹൈഡ്രജൻ വേണ്ടി വരും. ഇപ്പോൾ 2 മോളും നൈട്രജൻ റിയാക്ട് ചെയ്യാൻ 6 മോൾ, അതായത് എന്തെടുത്താലും അതിന് ഡബിൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ 10 മോൾ നൈട്രജൻ റിയാക്ട് ചെയ്യാൻ അപ്പോൾ എത്ര മോൾ എടുക്കേണ്ടി വരും? 30 മോള് ഹൈഡ്രജൻ എടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? H2 എടുക്കേണ്ടി വരും കേട്ടോ. ഇനി ഹൗ മച്ച് അമോണിയ വിൽ പ്രൊഡ്യൂസ് 10 മോൾ ഓഫ് നൈട്രജൻ റിയാക്ട് കംപ്ലീറ്റ്ലി. അതായത് എത്ര മോൾ അമോണിയ വേണ്ടി വരും? അതായത് 1 മോള് നൈട്രജൻ എടുത്താൽ, നോക്കി നിങ്ങൾ ഇക്വേഷൻ നോക്കി, 1 മോള് നൈട്രജൻ എടുത്താൽ 2 മോള് അമോണിയ വേണ്ടി വരും. അപ്പോൾ 2 മോൾ നൈട്രജൻ എടുത്താൽ 4 മോൾ അമോണിയ വേണ്ടി വരും. അങ്ങനെ 10 മോൾ നൈട്രജൻ എടുത്താൽ 20 മോള് അമോണിയ വേണ്ടി വരും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ജസ്റ്റ് എന്ത് ചെയ്യുക, സെന്റൻസ് പോലെ എഴുതിയാൽ മതി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഉണ്ട്. 448 ലിറ്റർ ഗ്യാസ് സ്റ്റോർഡ് ഇൻ സിലിണ്ടർ 0 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 180 ടെമ്പറേച്ചർ. ഹൗ മെനി മോൾസ് ഓഫ് മോളിക്കുലർ ദിസ് ഗ്യാസ് കണ്ടെയ്ൻ. എത്ര മോളാണ്? ഒന്നുമില്ല, തന്നിരിക്കുന്ന ആ ലിറ്റർ 44.8 അല്ലേ, 448 ലിറ്റർ ഡിവൈഡ് ബൈ 22.4. എന്ത് സാധനം STP തന്നാലും അത് 22.4 എന്ത് ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 20 മോൾ കിട്ടി. ബി ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദി സാമ്പിൾ. മോൾ കിട്ടിക്കഴിഞ്ഞാൽ മോളിക്യൂൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എങ്ങനെയാണ് പിടിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഇക്വേഷൻ നോക്കിയേ. നമ്പർ ഓഫ് മോളിക്യൂൾ ഇക്വേഷൻ നോക്കിയേ. എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 20 അല്ലേ? 20 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്.
കിട്ടിയില്ലേ? ഇനി അടുത്തത് 400 ലിറ്റർ ഓഫ് ഗ്യാസ് ഇസ് സ്റ്റോർഡ് ഇൻ എ സിലിണ്ടർ 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ. 400 ലിറ്റർ എന്ന് പറയുമ്പോൾ V1 എത്രയാണ്? 400. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് കെൽവിൻ ഉണ്ട് 273 കെൽവിൻ, അത് വേറെ നമുക്ക് നോക്കാം. ഇനി V2 വന്നിട്ടുണ്ട് എത്രയാണ്? 200 ലിറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. വാട്ട് വിൽ ദി ടെമ്പറേച്ചർ ഇഫ് ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഇസ് റെഡ്യൂസ്ഡ് 200 ലിറ്റർ? അതായത് വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ T1 ആണ് 27 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ചെയ്യേണ്ടത് 273 കെൽവിൻ കേട്ടോ. 273 പ്ലസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 27 പ്ലസ് 273 300 കെൽവിൻ. കിട്ടിയില്ലേ? 273 പ്ലസ് ചെയ്യണം, എല്ലാവർക്കും അറിയാലോ. സെൽഷ്യസ് കെൽവിലേക്ക് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? എത്രയാണോ സെൽഷ്യസ് അതിനൊപ്പം എത്ര കൂട്ടണം? 273 കൂടി കൂട്ടണം. എന്നിട്ട് യൂണിറ്റ് അത് എഴുതണം കെൽവിൻ കേട്ടോ. ഇനി T2 എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം വോളിയം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏത് ലോയാണ്? ചാൾസ് ലോ ആണ്, ശരിയല്ലേ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതാണ് ബോയിൽസ് ലോ. അപ്പോൾ നമുക്കറിയാം 400 ലിറ്റർ V1 400, V2 200, T1 300 കെൽവിൻ. നമുക്ക് ഇതിന് ഇക്വേഷൻ എന്താണ്? V1 ഡിവൈഡ് ബൈ T1 ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ T2. ഇനി കിട്ടു കൊടുക്കാം. V1 എത്രയാണ്? 400 ഡിവൈഡ് ബൈ T1 എത്രയാണ്? 300 ഈക്വൽ ടു V2 എത്രയാണ്? 200 ഡിവൈഡ് ബൈ T2 എത്രയാണ്? അറിയില്ല, എക്സ്. ജസ്റ്റ് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് 400 ലിറ്റർ ആയിരുന്നപ്പോൾ 300 കെൽവിൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 200 ലിറ്റർ ആകുമ്പോൾ എത്ര കെൽവിൻ ആയിരിക്കും? നമുക്കറിയാം 400 നേരെ പകുതി ആയിരുന്നില്ലേ 200. അപ്പം 400 ആയ സമയത്ത് 300 കെൽവിൻ ആണെങ്കിൽ 200 ലിറ്റർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 150 കെൽവിനല്ലേ വന്നത്. അതുകൊണ്ട് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. ഇനി ആൻസറിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ ചെയ്യരുത്, എഴുതി തന്നെ കാണിക്കണം. ക്രോസ് ചെയ്യാം. 400 ഇൻറ്റു എക്സ് ഈക്വൽ ടു 200 ഇൻറ്റു 300. ഓക്കെ അല്ലേ? ഇനി എക്സിനോട് നിർത്തിയിട്ട് ഇപ്പുറത്തേക്ക് 400 കൊണ്ടുവരാം. ഇൻറ്റു 400 ഡിവൈഡ് ഔട്ട് 200 ഇൻറ്റു 300 ഡിവൈഡ് ബൈ 400. അപ്പോൾ ഡിവൈഡ് 0 ക്യാൻസൽ. ഈ 4 200ൽ 4 ടൈംസ് 4 അല്ലേ? 200ൽ ഓക്കെ 200 സെക്കൻഡ്. 15 ആണല്ലേ? ഓക്കെ 200ൽ 4 50 ടൈം. അങ്ങനെയാണെങ്കിൽ 15 ഇൻറ്റു 3 എത്രയാണ്? 150 കെൽവിൻ. കേട്ടില്ല? അപ്പം T2 എത്ര കിട്ടി? 150 കെൽവിൻ. നേരത്തെ പറഞ്ഞതാണ് 400 വോളിയം ഉണ്ടായിരുന്നപ്പോൾ 400 ലിറ്റർ വോളിയം ഉണ്ടായിരുന്നപ്പോൾ 300 കെൽവിൻ ആയിരുന്നു. അത് നേരെ കുറഞ്ഞ് 200 ലിറ്റർ ആയപ്പോൾ എത്ര കെൽവിൻ ആയിരിക്കും? 400 200 പകുതിയല്ലേ? അവനാണ് 300 പകുതി എന്ന് പറയുമ്പോൾ 150 കെൽവിൻ. അത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് തന്നെ കാണിക്കണം. ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? ഇക്വേഷൻ നോക്കി വെക്കുക. V1 ഡിവൈഡ് ബൈ T1 ഇസിക്കലി V2 ഡിവൈഡ് ബൈ T2. ഇതാണ് എന്ത്? ചാൾസ് ലോന്റെ റിലേഷൻ. ഇക്വേഷൻ അല്ല, റിലേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ഇസ് ലോ റിലവൻറ്റ് ടു ദിസ് കണ്ടസ്റ്റ്? ഏതാണ്? ചാൾസ് ലോ. ഇനി ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് സബ്സ്റ്റൻസ് 300 സെൽഷ്യസ് എബോവ് വാട്ട് ടെമ്പറേച്ചർ കെൽവിൻ ഡസ് ദി സബ്സ്റ്റൻസ് ഒബേ ദിസ് ഗ്യാസ് ലോ? 3 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അത് ടെമ്പറേച്ചറിൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 273 കെൽവിൻ ആക്കണ്ടേ? അപ്പോൾ ടൈം എത്ര കിട്ടും? 280 കെൽവിൻ ആണോ? 280 കെൽവിൻ 273 അല്ലേ? 273 കൂട്ടുമ്പോൾ എത്ര? 276 കെൽവിൻ. അങ്ങനെ കിട്ടിയത് 3 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അതിനപ്പോൾ എത്ര കൂട്ടാം? 273 കെൽവിൻ കൂട്ടാം. 273 കേട്ടോ. അപ്പോൾ 276. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾ ഇൻ 700 ക്ലോറിൻ ഗ്യാസ്? വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ സാമ്പിൾ സ്റ്റേറ്റ് ചാർട്സ്? ഓക്കെ, ക്വസ്റ്റ്യൻ കൂടെ നോക്കട്ടെ. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾ ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾ ആണ്. ഓക്കെ, നമുക്കൊന്നുകൂടി ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നുമില്ല, നമുക്ക് ഒരു 3 ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നമ്പർ ഓഫ് മോൾസ് എന്തായിരുന്നു? മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ GAM ഓർ GMM. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് GM അല്ലെങ്കിൽ GM ഇട്ട് കൊടുത്താൽ മതി. രണ്ടാമത് ഇക്വേഷൻ അല്ലേ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു
അവോഗാഡ്രോ നമ്പർ. ഇതായിരുന്നു എന്ത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഈ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വേണ്ടത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് കൂടി നോക്കിയേ. വാട്ട് ഇസ് നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾ ഇൻ 700 gram ക്ലോറിൻ ഗ്യാസ്. അപ്പോൾ ക്ലോറിൻ മോളിക്യൂൾ കേട്ടോ, Cl2 എന്ന് പറയുമ്പോൾ മോളിക്യൂൾ 17 30 71 gram. Cl2ൻ്റെ GM എത്രയാണ്? 71. ഇവിടെ തന്നിരിക്കുന്ന എത്രയാണ്? 710 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ്? നമ്പർ ഓഫ് മോൾസിൻ്റെ അവോഗാഡ്രോ നമ്പർ. അപ്പം നമ്പർ ഓഫ് മോൾസ് അറിയേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിൽ കളിക്കേഷൻ എന്താണ്? മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ GM. മാസ് ഇൻ ഗ്രാം 71 ഡിവൈഡ് ബൈ GM 710. ഇപ്പം എത്ര കിട്ടി? 10 മോൾസ്. ഇനി 10 മോൾ ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾ എത്ര ആയിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾ ഈക്വൽ ടു അങ്ങനെ എഴുതണം കേട്ടോ. നമ്പർ ഓഫ് മോളിക്യൂൾ ഈക്വൽ ടു 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, കിട്ടിയില്ലേ? ഒന്നുകൂടി പറയാം. ക്ലോറിൻ മോളിക്യൂൾ 71 ഗ്രാമാണ് ഒരു മോളാണെങ്കിൽ. അത് 710 ആണെങ്കിൽ എത്ര മോളാണെന്ന് ചോദിച്ചു. നമ്മൾ എന്താ 71 ഡിവൈഡ് ബൈ 710 ചെയ്താൽ 10 മോൾ കിട്ടി. ഇനി അതേ ഇൻറ്റും അവോഗാഡ്രോ നമ്പർ ചെയ്ത് നമുക്ക് എന്തും കിട്ടി? നമ്പർ ഓഫ് മോളിക്യൂളും കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ചാൾസ് ലോ. ചാൾസ് ലോ എന്തായിരുന്നു? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബലൂൺ വീർപ്പിക്കാം. ബലൂൺ വീർപ്പിച്ച് വെയിലത്ത് നോക്കുമ്പോൾ ആ ബലൂൺ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. കാരണം എന്താണ്? ആ ബലൂണിലേക്ക് വെയിലടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ചൂട് കൂടും. ചൂട് കൂടിക്കഴിഞ്ഞാൽ അതിനുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ വോളിയം കൂടി. വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യും? ബലൂൺ പൊട്ടിപ്പോകില്ലേ? ഇതാണ് എന്തോ ചാൾസ് ലോ. ക്ലിയർ ആണോ? ഇനി എ ഗ്യാസ് 300 കെൽവിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. 300 കെൽവിൻ occupies a volume 500 ml. What will be its volume at 150 K? എടാ ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ എഴുതാം. ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഗ്യാസ് 300 കെൽവിൻ ആയിരുന്നു, 500 ml ആയിരുന്നു. വാട്ട് വിൽസ് വോളിയം 150 K. 300 പകുതിയല്ലേ 150 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ 500 ml നിന്ന് നേരെ പകുതിയാക്കാം. അപ്പം എത്ര കിട്ടും? 250 ml. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇക്വേഷൻ ആയിട്ട് ഒന്നും ചെയ്യണം. ജസ്റ്റ് 250 ml എഴുതിയാൽ മാർക്ക് കിട്ടും. ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. ഇനി 6.02 × 10⁻23 നോൺ ആസ് അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അടുത്ത് വാട്ട് ഹാപ്പൻ ടു ദ വോളിയം ഓഫ് ദ ഗ്യാസ് പ്രഷർ ഇസ് ഇൻക്രീസ്ഡ്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വോളിയത്തിന് സംഭവിക്കാൻ വെച്ചാൽ വോളിയം കുറയും. ഇപ്പം നേരത്തെ പറഞ്ഞ ബലൂണിൻ്റെ ഗ്യാസ് എടുക്കുക. ബലൂൺ വീർപ്പിച്ചേക്കണം. ഞാൻ അതിലേക്ക് പ്രഷർ നല്ലോണം കൊടുത്ത് പ്രഷർ കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കുറയും? അതിൻ്റെ വോളിയം കുറയില്ലേ? ഇനി പ്രഷർ കുറച്ചാലാ വോളിയം കൂടും. നോർമലി ഇങ്ങനെ സംഭവിക്കുക. അടുത്ത് when ideal gas equation and explain in terms. Ideal gas equation ഒന്നുമില്ല. PV is equal to nRT. ഇതാണ് എന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിൽ ഓരോ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാം. P എന്ന് പറഞ്ഞാൽ പ്രഷർ, V എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം, N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തെങ്കിലും പറയാം. R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി T എന്ന് പറയുന്നത് എന്തായിരുന്നു? ടെമ്പറേച്ചർ. ഓക്കെ, ഇനി കൺവേർട്ട് 27 ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ സെയിൽ. ഒന്നുമില്ല, 27 ഡിഗ്രീൻ്റെ ഒപ്പം എത്ര കൂട്ടാ? 273 കൂട്ടാ. അപ്പം എത്ര കിട്ടും? 300 കെൽവിൻ കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നേരത്തെ അടുത്ത ഒരു മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണെല്ലാം. മോളിക്കുലർ മാസ് ഓഫ് അമോണിയ 70. ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, സോറി. മോളിക്കുലർ മാസ് ഓഫ് അമോണിയ എത്രയാണെന്ന് വെച്ചേക്കണം. ശരിക്കും 70 ആണ്. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് 70 gram അമോണിയ. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് 70 gram അമോണിയ എന്ന് പറയുമ്പോൾ നോക്കാം. 70 gram അമോണിയ എന്ന് പറയുമ്പോൾ find the volume of 71. find the number of molecules. Number of molecules in equation എന്താണ്? അപ്പോൾ ചെയ്തോളൂ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു മോളിക്യൂൾസ് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി അറിയാം. എത്രയാണ് അമോണിയൻ്റെ?
1 മോൾ 17 ഗ്രാം ആണെങ്കിൽ 1 മോൾ ആയിരിക്കൂലേ. അപ്പോൾ 1 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ കിട്ടി. ഇനി 170 ഗ്രാമിൻ്റെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? ഫൈൻ ദ വോളിയം ഓഫ് 170 ഗ്രാം അമോണിയ. ഫൈൻ ദ വോളിയം നോക്കാം. വോളിയം നോക്കി കഴിഞ്ഞാൽ മോൾസ് തന്നെ നോക്കിയാൽ മതി. 170 ഗ്രാം അല്ലേ. 170 ഗ്രാം എന്ന് പറയുമ്പോൾ 1 മോൾ ആണെങ്കിൽ 1 മോൾ ആണെങ്കിൽ 17 ഗ്രാം. അപ്പോൾ 170 ഗ്രാം ആണെങ്കിൽ എത്ര? 10 മോൾ കിട്ടിയില്ലേ. ഇനി വോളിയം എന്ന് പറയുമ്പോൾ 22.4 ഓൾറെഡി ഇൻറ്റു ആണ്. അപ്പോൾ 10 ഇൻറ്റു 22.4 ലിറ്റർ. അപ്പോൾ എത്ര കിട്ടി? 224 ലിറ്റർ വോളിയം കിട്ടിയില്ലേ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? ഫൈൻ ദ വോളിയം ഓഫ് 170 ഗ്രാം അമോണിയ ഇൻ എസ്റ്റിപി. ഫൈൻ ദ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ മുതൽ നമ്മൾ തുടങ്ങണം. അപ്പോൾ 22.4 ലിറ്റർ ആണെങ്കിൽ എത്ര മോളാണെന്ന് അറിയണം. മോളെന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്ത് 170 ഗ്രാം എത്ര മോളാണെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി അത് 10 മോളാണ് മനസ്സിലായി. 10 മോൾ എന്ന് പറയുമ്പോൾ അതിന് 22.4 കൊണ്ട് ഡിവൈഡ് ഇൻറ്റു ചെയ്യുമ്പോൾ എന്നിട്ട് 224 ലിറ്റർ എന്ത് ചെയ്യും കിട്ടും. ഓക്കെ. അപ്പോൾ 170 ഗ്രാം അമോണിയം എത്ര ലിറ്റർ ആയിരിക്കും? അപ്പോൾ 224 ലിറ്റർ. അടുത്ത് വിച്ച് ഓഫ് ഫോളോയിങ് എലമെന്റ്സ് ഹാവ് 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2 ഇൻറ്റു എന്ന് പറയുമ്പോൾ 2 മോൾസ് എത്ര ആയിരിക്കും? 2 മോൾ ആയിരിക്കണം. നോക്കി 28 ഗ്രാം നൈട്രജൻ. 28 ഗ്രാം നൈട്രജൻ എന്ന് പറയുമ്പോൾ ഒരു നൈട്രജൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ 14 28 ഗ്രാം എന്ന് പറയുമ്പോൾ 2 മോൾ. ഓക്കെ, നൈട്രജൻ അങ്ങനെയാണ്. ഇനി 2 ഗ്രാം ഹൈഡ്രജൻ. 2 ഗ്രാം ഹൈഡ്രജൻ 1 ഗ്രാം ഹൈഡ്രജൻ 1 മോൾ ആയിരിക്കും. അപ്പോൾ 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 2 മോൾ. ഇനി 32 ഗ്രാം O2 എന്ന് പറയുമ്പോൾ 32 ഗ്രാമാണ് 1 മോൾ. കാരണം 16 ഗ്രാം ഓയാണ്. O2 എന്ന് പറയുമ്പോൾ 32 ഗ്രാമാണ്. അപ്പോൾ 2 മോള് 32 ഗ്രാം O2 എന്ന് പറയുമ്പോൾ 1 മോളാണ്. ഇനി 8 ഗ്രാം ഹീലിയം എന്ന് പറയുമ്പോൾ 4 മോളാണ്. ഇനി 4 മോൾ എന്ന് പറയുമ്പോൾ 8 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? അപ്പോൾ 2 മോൾ. അപ്പോൾ ഹീലിയം 2 മോളാണ്, O2 2 മോളല്ല, ഹൈഡ്രജൻ 2 മോളാണ്, നൈട്രജൻ 2 മോളാണ്. അപ്പോൾ അതിൽ ഓക്സിജൻ മാത്രമാണ് 2 മോളല്ലാത്ത കേട്ടോ. Find out the law related which of the following instance size of the balloon increases as it's inflated. Question. Find out the law. Size of the balloon increases as it inflated. ഒരു സെക്കൻഡ്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. സൈസ് ഓഫ് ദ ബലൂൺ ഇൻക്രീസസ് ആസ് ഇറ്റ് ഇൻഫ്ലേറ്റഡ്. ബലൂണിന്റെ സൈസ് എന്ത് ചെയ്യുക? കൂടുക. അതായത് ഊതുമ്പോൾ എന്ത് ചെയ്യുക? വീർത്ത് വരിക. എന്താ കാരണം? ബോയിൽസ് ലോ ആയിരിക്കില്ല. കാരണം എന്താണ്? ബോയിൽസ് ലോ പറഞ്ഞ പ്രകാരം വോളിയം കൂടുന്തോറും എന്ത് ചെയ്യും? പ്രഷർ കുറയും. പ്രഷർ കുറയും തോറും എന്ത് ചെയ്യും? വോളിയം കൂടും. ഇനി ഇൻഫ്ലേറ്റഡ് പൊട്ടുക. An inflated balloon kept in the direct sunlight is found and burst. അതായത് ഒരു ഊതി വീർപ്പിച്ച ബലൂൺ എന്ത് ചെയ്ത് വെയിലത്ത് കാണിക്കുമ്പോൾ അത് പൊട്ടിപ്പോ. എന്തായിരിക്കും കാരണം? ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അതിന്റെ വോളിയം കൂടും. അപ്പോൾ വോളിയം കൂടുമ്പോൾ ബലൂൺ എന്ത് ചെയ്യും? താങ്ങാൻ പറ്റില്ല, ബലൂൺ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. അത് ഏത് ലോയാണ്? ചാൾസ് ലോ. ഓക്കെ. ഇനി വോളിയം 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് STP എത്രയാണ്? ഈക്വൽ ടു 22.4 ലിറ്റർ കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. വാട്ട് ഇസ് എ വോളിയം ഓഫ് 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് STP? ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ട് ഇസ് എ വോളിയം 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 22.4 ലിറ്റർ. ഇനി 112 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? അതൊന്നുമില്ല, ഡിവൈഡ് ബൈ 22.4. 112 ഡിവൈഡ് ബൈ 22.4 എന്ന് പറയുമ്പോൾ 5 മോൾസ്. ഇനി കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് GAM ഇൻ ദ ഫോളോയിങ് സാമ്പിൾ. 20 ഗ്രാം ഹീലിയം. 20 ഗ്രാം ഹീലിയം എത്ര ആയിരിക്കും? ഒന്നുമില്ല, നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഇക്വേഷൻ മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ GAM. മാസ് ഇൻ ഗ്രാം എത്ര? 20. ഹീലിയത്തിന് എത്രയാണ്? 2. 20/2 ഹീലിയം അല്ലേ? അറ്റോമിക് മാസ് ആണ്. അറ്റോമിക് മാസ് 4 ആണ്ടാ. 20/4 എന്ന് പറയുമ്പോൾ 5 മോൾസ്. അടുത്തേതാണ് 36 ഗ്രാം കാർബൺ. 36 ഗ്രാം കാർബൺ.
36 ഗ്രാം കാർബൺ എന്ന് പറയുമ്പോൾ മാസിംഗ് ഗ്രാം 36, നമ്പർ ഓഫ് GM എന്ന് പറഞ്ഞാൽ 12, 36 12 എന്ന് പറയുമ്പോൾ 3 മോൾ. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഫൈനൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, നമ്മൾ നേരെ ചെയ്ത് തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം. 85 ഗ്രാം അമോണിയ. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 85. അമോണിയക്ക് 17. 85 ഡിവൈഡ് ബൈ 17 എന്ന് പറയുമ്പോൾ 5 മോൾ. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യണം നിലവിലുള്ളത്. ഓക്കെ, ഇതെല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം.